ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഗ്രഹിണി പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ട പോലെ എന്നിട്ടോ. ഈ ചക്ക കണ്ടിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചക്ക, കർമൂസ്, തേങ്ങ, മാങ്ങ ഇതൊക്കെ വിലപ്പെട്ട സാധനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടൂലല്ലോ. അങ്ങനെ ഇത് സജീഷറിൻ്റെ ഏട്ടൻ്റെ വൈഫ് കൊടുത്തയച്ചതാട്ടോ. കുറച്ച് ചക്കയും കുറച്ച് കർമൂസും കുറച്ച് മാങ്ങയൊക്കെ. അപ്പോൾ ഈ ചക്ക പുഴുങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു. പക്ഷേ പിറ്റേന്നാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പഴുത്ത് അങ്ങനെ വിചാരിച്ച് ഏതായാലും നമുക്കൊരു കട്ടൻ ചായയും വെച്ചിട്ട് ചക്ക തിന്നാലോ. നല്ല നല്ല മധുരമുണ്ട്. ഒരു ചെറിയ സൈസ് ചുളയുണ്ടാവൂലേ, അങ്ങനെയാട്ടോ. അതിൻ്റെ ചക്കക്കുരുയെല്ലാം ഞാൻ കഴുകി എടുത്ത് വെച്ച് നമുക്ക് മാങ്ങയും ചക്കക്കുരും കൂടി കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വൈകുന്നേരത്തെ ചായക്ക് എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ. പ്രത്യേകിച്ച് ഒരാൾ ചായ വെച്ച് തരാനും കൂടി ഉണ്ട്, പിന്നെ പറയണ്ട. പിന്നെ ഇയാൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇട്ടുകൊണ്ട് കൂട്ടോ. കാരണം മൂപ്പര് എപ്പോഴെങ്കിലും അതിൽ ചായ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ മൂപ്പര ഏലക്കായെല്ലാം പൊടിച്ച് അതേപോലെ എന്താ പറയുക പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലാണ് ചായ ഉണ്ടാക്കുക. 1, 2, 3 പ്രാവശ്യം ചായപ്പീടിയിലെങ്ങാൻ പോയ പോലെ അങ്ങോട്ടും ആറ്റി കളിക്കും കേട്ടോ. ഇതൊക്കെ എപ്പോഴും വെക്കുന്നതിൻ്റെ ഒരു ഇതാണ്, നമുക്ക് കണ്ടാലും അറിയാമല്ലോ. എന്നാലും കുഴപ്പമില്ലപ്പാ, ഉണ്ടാക്കി തരുമല്ലോ. ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ, ഞാനും കുഞ്ഞും സിദ്ധും ദേവും. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയിൽ ക്ലാസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചായയും പിന്നെ കാര്യമായിട്ടുള്ളത് ചക്കയാണെങ്കിലും അന്ന് വൈകുന്നേരം ഞങ്ങൾ ടൗണിൽ പോയി വരുന്ന സമയത്ത് ചായ കടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കൊടുക്കൽ ഡ്യൂട്ടി എൻ്റെതായിരുന്നു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കൾ കാത്തിക്കാണ്, വേറൊന്നിനല്ല, അവർക്ക് ചക്കയ്ക്കാട്ടോ കാര്യമായിട്ട്. അതേപോലെ തന്നെ പരിപ്പ് വട, ബോണ്ട, പഴംപൊരി, അങ്ങനെ ചെറിയ കുറച്ച് സാധനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ചക്കയും അച്ഛനുണ്ടാക്കിയ ചായ എങ്ങനെയുണ്ട് ഇതൊരു സ്ഥിരം ചോദ്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അടിപൊളി അച്ഛാ എന്ന് ഓല് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പ് വടയാണ് ഇതിൻ്റെ മെയിൻ ആൾ. കാരണം കട്ടൻ ചായയും പരിപ്പ് വടയാണല്ലോ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ളൊരു ചായ കൂടി അധികം വീടുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പക്ഷേ ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ അല്ലാണ്ട് തന്നെയും ഇത് ഒരു കൂട്ടായ്മയല്ലേ മനസ്സിൻ്റെയൊക്കെ. എന്നുവെച്ചാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വർത്തമാനവും പറഞ്ഞിട്ട് വൈകുന്നേരത്തെ ചായ കൂടി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.